ഹായ്, പുതിയൊരു വീഡിയോയുമായി വീണ്ടും ഇതാ നിങ്ങളുടെ മുമ്പിൽ. നമ്മുടെ കൊച്ചിൻ ഫ്ലവർ ഷോ 2024 പുഷ്പമേള എന്ന പേരിൽ അറിയപ്പെട്ട അവിടുത്തെ പുഷ്പമേളയിലോട്ടാണ് നിങ്ങളേവരെയും ഞാനിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് 100 രൂപയായിരുന്ന ടിക്കറ്റ്. നിങ്ങൾ എൻട്രി ചെയ്യുന്ന ആ ഒരു ഭാഗത്തുള്ള അടിപൊളി സെറ്റിങ്സും ഇതുമാണ്. പൂക്കൾ എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. പൂക്കൾ എവിടെ കണ്ടാലും ഞാൻ അവിടെ നിന്ന് നോക്കും. ആ പൂക്കൾ കൊണ്ട് വഞ്ചി, അതുപോലെ കുടിൽ, എന്തെല്ലാം സെറ്റപ്പാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കൂടാതെ ഫ്രൂട്ട്സ്, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, ഫ്രൂട്ട്സിൻ്റെ ഒരു കുത്തപ്പിന്നാക്ക് പോലെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ കാണുന്ന ഓരോ കാഴ്ചകൾ, മണ്ഡപം കണ്ടോ, അടിപൊളിയല്ലേ, നടുക്ക് വിളക്കൊക്കെ വെച്ച് പൂക്കളാൽ അലങ്കരിച്ച്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ആ മയിലിൻ്റെ വാല് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഫുള്ള് പൂക്കളാണ്. അത് ഫ്രഷ് ഫ്ലവേഴ്സ്, അത് ഏതെല്ലാം രീതിയിൽ സൈക്കിൾ റിക്ഷകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ സെറ്റിങ്സ് ഉണ്ടല്ലോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയ കാര്യങ്ങളാണ് അതെല്ലാം. കാരണം ഈ വാദ്യമേളങ്ങളിലും അതുപോലെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ജീവനിട്ടതാക്കുന്നതും നമ്മളൊരു ടി വിയിൽ കാണുന്ന, ശരിക്കും നമ്മളിങ്ങനെ ഒരു ഫെയറി ടെയിൽ കാണുന്ന ആ ഒരു എഫക്റ്റായിരുന്നു അവിടെ ചെയ്യുമ്പോൾ. ഡിസംബർ 22 തുടങ്ങിയ പുഷ്പമേള 1 വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോരുന്നതിൻ്റെ 1 അന്ന് പോയി ഈ പുഷ്പമേള കാണാൻ പോയത്. പൂക്കളെ കൊണ്ട് എന്താ പറയുക, ഒരു മായാജാലം തന്നെ അവരവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല, നല്ല തിരക്കായിരുന്നു. വീഡിയോസ് എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഇഷ്ടംപോലെ ആളുകൾ ഇതിനകം ഒത്തിരി പേര് യൂട്യൂബിലെല്ലാം പുഷ്പമേളയുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തും വീഡിയോസ് എല്ലാം ഇതുപോലെ തന്നെ പുഷ്പമേളകൾ നടക്കുന്നുണ്ട്, അതെല്ലാം അവരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും പൂക്കൾ ഒന്നും പറയാനില്ല. അതിൻ്റെ കൂടെ അവരവിടെ ഉണ്ടാക്കി വെച്ചൊരു സെറ്റിങ്സ് ഉണ്ടല്ലോ, ബോളിലായിട്ടും. എനിക്ക് ഈ ഒരു സെക്ഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനാണ് നമ്മുടെ ബോൺസായി മരങ്ങൾ, ചെടികളൊക്കെ. വാവ്, അതിൻ്റെ ഒരു ലുക്ക് വേറെ തന്നെ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് പിന്നെ നമ്മുടെ ഓരോ ചെടികളും, ഇതെല്ലാം വിത്തുകളാട്ടോ. പിന്നെ ഈ കാണുന്ന നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സംഭവങ്ങൾ എന്താണ്. തുളസിത്ത, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ സെറ്റിങ്സ് നോക്കുക, ഒരു പാർക്ക് പോലെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ പൂക്കളുടെ പേരും എഴുതി വെച്ച്, അതൊക്കെ കാണുന്നുണ്ടല്ലോ, നമുക്ക് ഇതൊക്കെ അങ്ങനെ കൊണ്ടുപോയി വീട്ടിലൊക്കെ അങ്ങനെ എടുത്ത് വെക്കാൻ തോന്നും. പക്ഷെ വിലയൊക്കെ അത്യാവശ്യമുണ്ട്. ഈ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ, ആ സെറ്റിങ്സ് വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് അവർ തരത്തില്ല, അതിനായിട്ട് വേറെ സെഷനാണ്. കണ്ടാ പൂക്കളും കൊക്കുകൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന അടിപൊളിയല്ലേ. നമ്മളൊരു പാർക്കിൽ പോയ എഫക്റ്റാണ്, സൂവിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു എഫക്റ്റാണ്. ഓരോ നടപ്പാതയിലും അതിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ നമുക്കങ്ങനെ മനസ്സിനൊരു കുളിർമയായിരിക്കും. അത്രയും വലിയ കൊച്ചിയുടെ ഹൃദയഭാഗത്തുള്ള ആ ഒരു മറൈൻ ഡ്രൈവിൽ ഇത്രയേറെ കണ്ണിന് വിസ്മയമേറുന്ന, മനസ്സ് നിറയ്ക്കുന്ന ഒരു അടിപൊളി പുഷ്പമേള. ഇതിനു മുമ്പും ഞാൻ പുഷ്പമേളയിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ, അതിഗംഭീരമായ പുഷ്പമേളയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോ പൂക്കളും, അതുപോലെ മൃഗങ്ങളൊക്കെ അവർ അടിച്ചുപൊളിയിട്ട് ഉണ്ടാക്കി വെച്ചത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് പോരാൻ തോന്നില്ല. ഓരോന്ന്, ഇത് കൊഴുപ്പ് പോലെയുള്ളതാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാക്കും. ഏതായാലും എൻ്റെ ഒത്തിരി പ്ലാൻ സ്റ്റോറി ഉണ്ടോ നിങ്ങൾ. ഞാനും ഒരു ചെടിയുടെ ഒരു പ്രാന്തിയാണ്. ഇഷ്ടംപോലെ കണ്ട ശകുന്തളയുടെ ഇതുപോലെയുള്ള ഏരിയകളാണ് അതൊക്കെ. മാനും പണ്ട് നമ്മുടെ സിൻഡർലയുടെ കഥകളിലും അതുപോലെ തന്നെ നമ്മുടെ ആലിസ് ഇൻ വണ്ടർലയിലൊക്കെ കണ്ടിട്ടുള്ള കൂൺ മഷ്റൂമുകൾ, ഇതേണ്ടാ മൃഗങ്ങളൊക്കെ അടിപൊളിയാണ്. കുട്ടികളൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആന്തൂര്യത്തിൻ്റെ സെക്ഷനാണ് ഇതെല്ലാം. അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പൊളി വൈബാണ്, ഒന്നും പറയാനില്ല. നമ്മളവിടെ ഇങ്ങനെ നിന്നു പോകും. പക്ഷെ തിരക്ക് കാരണം അങ്ങോട്ട് പോകാൻ, അതിനടുത്തേക്ക് എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. കാരണം ഇത് ലാസ്റ്റ് ദിവസമായിരുന്നു, 1 ലവേഴ്സ് കോർണർ പോലെ കുറേ ഏരിയാസ് അവർ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി സെക്ഷൻസാണ്. ഈ ചെടി കണ്ടോ നിങ്ങൾ, ഈ ചെടി വെട്ടി ഒതുക്കി അവർ പല മോഡലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് നക്ഷത്രവും അല്ലാതെ എല്ലാവരും സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഫൗണ്ടൻ, എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു ഫൗണ്ടൻ നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവച്ചാൽ അടിപൊളിയായിരിക്കും.
ഏതെങ്കിലും കാലത്ത് നമുക്ക് ഒപ്പിക്കാൻ പറ്റുമായിരിക്കും. സൂപ്പറല്ലേ കാണാൻ. ഈ പൂക്കളെല്ലാം നമ്മൾ ഒരു പൂക്കടയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെയൊക്കെ റേറ്റ്. ഇതേ ഇരിക്കുന്നൊരു ബംഗാരം. ഈ ബംഗാരം കണ്ടില്ല എന്നാരും പറയണ്ട. ഈ ഇരിക്കുന്നതെല്ലാം അതിനനുസരിച്ചുള്ള ചെടികളും പൂക്കളും ഒക്കെയാണ് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ നോക്കി നോക്കി. വാൾ ഹാങ്ങിങ്ങിൻ്റെ ചെറിയൊരു ഇതായിരുന്നു നേരത്തെ കണ്ടത്. ഇതെന്താ സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? ബോട്ടിൽ, നമ്മൾ വെള്ളം കുടിച്ച് ഒഴിവാക്കിയിടുന്ന ബോട്ടിൽ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു സംഭവ വികാസം തന്നെയാണിത്. ഇത് മരുന്ന് സസ്യങ്ങളാണ്, അതെല്ലാം പേരെഴുതി മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങോട്ട് നിങ്ങൾ നോക്കിയേ, മയിലുണ്ടാക്കിയതും ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയതും വെറും ബോട്ടിൽ കൊണ്ടാണ്. മെറിൻഡ, അതുപോലെ തന്നെ നമ്മളെ മിനറൽ വാട്ടർ, അങ്ങനെ കുടിച്ച പലതരം ബോട്ടിൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സംഭവങ്ങളാണ് ആ കണ്ടതെല്ലാം. ശരിക്കും അത്ഭുതമല്ലേ അല്ലേ? അപ്പോൾ ബോട്ടിൽ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാം. പിന്നെ ഇതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, എന്നെ കൂടുതലായിട്ട് ആകർഷിക്കപ്പെട്ട ഒരു സെഷൻ. ഇതെന്താണെന്നറിയാം, ആമ്പൽ, താമര എന്നിവ സംഭവങ്ങളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തോട്ട് എത്തി ഞങ്ങൾ കേട്ടോ. അതെ, അവിടെ കൂടുതലും നിൽക്കാൻ നേരം കിട്ടിയില്ല, തിരക്കായിരുന്നു, രാത്രിയായി തുടങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ വിത്തുകളുടെ ഇഷ്ടംപോലെ വിത്തുകൾ വിൽക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഏത് ചെടികൾ വേണോ അത് സെലക്ട് ചെയ്യാം. ഇൻഡോർ പ്ലാന്റ്സുകളുണ്ട്, ഔട്ട്ഡോർ പ്ലാന്റ്സുകളുണ്ട്. അതുപോലെ തന്നെ ആന്തൂരിയൻസ്, സെറിബ്ര, അങ്ങനെ ഇഷ്ടം പോലെ ഏതൊക്കെ ടൈപ്പ് വേണോ അതെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ വേറെയും കുറേ പാചകത്തിൻ്റെതും അതുപോലെ മരുന്നുകൾ, ഈ പാറ്റ പോകാൻ അതുപോലെയുള്ള ഇഷ്ടംപോലെ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ട്. നമുക്കറിയാം ഒരു കാർണിവൽ നടക്കുമ്പോൾ എന്തൊക്കെയുണ്ട്, അവരെ കൊണ്ട് ഇടാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. മരത്തിൻ്റെ ഇത് കയ്യിൽ നല്ലൊരു തുക ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി വാങ്ങിക്കൊണ്ടായാണ് എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, അത്യാഗ്രഹം. അങ്ങനെ പുറത്തോട്ട് ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് മേളകൾ കഴിഞ്ഞ് ഇരുത്തി ലാസ്റ്റ് ഭാഗത്തോട്ടേക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സെക്ഷൻസ് ആയിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് പോയത് കൊണ്ട് അതിലോട്ടൊന്നും പോയിട്ടില്ല, കുട്ടികളൊന്നും കൊണ്ടുപോയില്ല. മൂത്ത മോനാണ് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പോയത്. ഇത് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരുന്നു. ഇത് കാലത്ത് ഞങ്ങൾ കണ്ടപ്പം ഫുള്ള് സിൽവർ കളറിലുള്ള കവർ മാത്രമായിട്ട് ഇങ്ങനെ ഗ്ലേസിങ് ആയിട്ടുള്ള കവർ പോലെയാണ് തോന്നിയത്. പക്ഷെ അടിപൊളിയായിരുന്നു. അതിൽ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും മികവിൽ നമ്മുടെ സാന്റാക്ലോസും കുട്ടികളും ഡാൻസ് കളിക്കുന്നതും നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതും എല്ലാം കൊണ്ട് അടിപൊളിയാക്കിയ ഒരു ലാസ്റ്റ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അങ്ങനെ കൊച്ചിയുടെ ഹൃദയഭാഗത്ത് നടന്ന നമ്മുടെ പുഷ്പമേളയുടെ എൻഡ് ഓഫ് ദി ഡേ ആണ്. അതോടുകൂടി എൻ്റെ വീഡിയോ സമാപിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും എല്ലാവരോടും ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ബൈ, സീ യു. From shining through, it's true.